ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഹോസ്പിറ്റലിലെത്തിയ നന്ദുവിനോട് തൻ്റെ വിഷമങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് അനി. നയനേടത്തിയെ ഒറ്റപ്പെടുത്താനും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും ഒക്കെ ആയിട്ട് ആരോ പ്ലാൻ ചെയ്തതാണ് ഈ വിഷം കലക്കലെന്നാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായത്. ആ കാര്യം എനിക്കും ആദർശേട്ടനും നയനേടത്തിയെ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് അനി പറയും. ഒരിക്കലും അങ്ങനെയൊന്നും നയനേടത്തി ചെയ്യില്ല അനിയെന്ന് നന്ദു പറയുന്നുണ്ട്. അതെനിക്കറിയാം. ആദർശേട്ടനേക്കാൾ മുമ്പിലേ ഞാനാണ് നയനേടത്തിയെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നുകിൽ അഭിയോ അമ്മയോ അല്ലെങ്കിൽ അനാമികയോ അവളുടെ അമ്മയോ ആയിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. നയനേടത്തിയുടെ സ്വഭാവ മഹിമ കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ അനിയത്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇനിയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, അതൊക്കെ പഴങ്കഥയായില്ലേ. എൻ്റെ സമ്മർദ്ദം ഞാൻ എന്തായാലും മറച്ചു വെക്കുന്നില്ല. എനിക്ക് ആരോട് വേണമെങ്കിലും എനിക്ക് ഭാര്യയുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ദാമ്പത്യമില്ല. കല്യാണം കഴിഞ്ഞ കാലം തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. അവൾ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ വീട്ടിൽ കടന്നുകൂടിയത്. അനന്തപുരിയിലെ മരുമകളാകുക എന്ന് മാത്രമായിരുന്നു അവളുടെ ഉദ്ദേശം. ആർഭാട ജീവിതം നയിക്കാനൊക്കെ ആയിട്ട് അവൾ കണ്ടെത്തിയ മാർഗമാണിത്. ഇതൊക്കെ കേൾക്കുന്ന നന്ദുവിന് സങ്കടം വരുന്നുണ്ട്. നന്ദു ഉടനെ പറയും, നമുക്കിനി വേറെന്തെങ്കിലും സംസാരിക്കാൻ അനിയെന്ന്. ഞാൻ വേറെന്ത് സംസാരിക്കാനാ? എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. കയ്യും കാലും കെട്ടിയിട്ട അവസ്ഥയിലായിപ്പോൾ എൻ്റെ ജീവിതം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറയുന്നതിന് ഒരു മടിയുമില്ല. ഉടനെ തന്നെ നന്ദു അങ്ങ് ഐസിയുവിൻ്റെ അടുത്തോട്ട് അങ്ങ് പോകും. പുറകെ തന്നെ അനിയും പോകും. പിന്നീട് കാണിക്കുന്നത് അനാമികയുടെ അച്ഛൻ രേവതിയോട് പറയുന്നതാണ്, മോൾ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയാവുമോ? ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും രണ്ട് വശത്തായി പോകത്തില്ലേ എന്ന് ചോദിക്കും. ആ നയനയാണ് ഇപ്പോഴും ആ ഐസിയുവിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അവൾ അമ്മായിമ്മയെ സോപ്പിടാനായിട്ട് നിൽക്കുന്നതായിരിക്കും. എന്നാൽ പോലും അവളവിടെ നിൽക്കുന്നില്ലേ, ഈവൊക്കെ അവിടെ നിന്ന് പോയി കൂടി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അനാമിക അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും, മോളെങ്ങോട്ടാന്ന്? ഇവിടെ ഇരുന്ന് ബോറടിച്ചുകൊണ്ട് പുറത്തോട്ട് പോവാന്ന്. അപ്പം വേണു പറയുന്നുണ്ട്, നീ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലോട്ടൂടെ ചെല്ലാൻ പറയും. എനിക്ക് അതിനോട് താല്പര്യമില്ലെന്ന് അനാമിക പറയുന്നുണ്ട്. എൻ്റെ മോളെ, നീ എന്തായാലും പുറത്തേക്ക് പോകുന്നുണ്ട്, ആ സമയത്ത് ആ ഹോസ്പിറ്റലിലോട്ട് കയറിയേര്. എന്തായാലും നീ ബ്ലഡ് കൊടുത്തില്ല. ഇപ്പോൾ അവരുടെ ദേഹത്തോടുന്ന ബ്ലഡിനെ നീ ഒന്ന് ചൂടാക്കുകയെങ്കിലും ചെയ്യണമെന്ന് പറയും. ആ ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നയനയും നവിയെയും ആ വീട്ടിൽ നിന്ന് ഇറക്കണം. അതിന് നീ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ ചെന്നേ പറ്റത്തുള്ളൂ. അവരുടെ ഓർമ്മയിൽ നീ എപ്പോഴും ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് തോന്നണം, അത്രയേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ പോയേക്കാം എന്ന് പറഞ്ഞ് അനാമിക ഒരു താല്പര്യമില്ലാതെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അനാമിക പോയ ഉടനെ വേണു രേവതിയോട് പറയുന്നുണ്ട്, നിൻ്റെ മോളുടെ ഈ ദേഷ്യവും വാശിയൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറയണം. അല്ലാതെ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. കോടികളുടെ കടമാണുള്ളത്. ആ ഒരു ഓർമ്മ വേണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് രേവതിക്ക് എന്തോ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ഹാളിലിരിക്കുകയാണ്. അപ്പം മുത്തശ്ശനുള്ള ഗുളികയൊക്കെ എടുത്ത് കൊടുക്കും. ആ സമയത്താണ് ആദർശും നയനയും അങ്ങോട്ട് കയറി വരുന്നത്. മോളെ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ എന്നൊക്കെ ഇവർ വിശേഷങ്ങളൊക്കെ തിരക്കും. എന്തു പറ്റി, മോളുടെ മുഖത്ത് ഭയങ്കര തളർച്ച കാണുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശിയും പറയും, ശരിയാണല്ലോ, എന്തു പറ്റിയാ മോളെ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു നയനയ്ക്കും. അത് കാരണം നയനയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തെന്ന് പറയും. ഇവളുടെ ശരീരം വളരെ വീക്കാണെന്നും ബ്ലഡ് കൊടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു. പക്ഷേ ഇവൾ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തേ പറ്റൂ എന്നുള്ള ഉറച്ച നിലപാട് നിൽക്കുകയായിരുന്നു മുത്തശ്ശ എന്ന് പറയും. മരുമകളെ ഒട്ടും ഇഷ്ടമില്ലാത്ത അമ്മായിമ്മയ്ക്ക് അവസാനം മരുമകളുടെ ബ്ലഡ് തന്നെ കൊടുക്കേണ്ടി വന്നു അല്ലേ എന്ന് ആദർശിനോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. ഭഗവാനെ വെറും കളിപ്പാട്ടമായി കരുതരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതായിരുന്നു. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ ദേവയാനി അനുഭവിക്കുന്നത്. ഈ മണ്ഡലകാലത്ത് മോള് ചെയ്തത് വലിയൊരു കാര്യമാണ്. അത് ഭഗവാൻ കാണാതിരിക്കില്ല. അതൊക്കെ ഒരു നല്ല തുടക്കമാകുമെന്ന എൻ്റെ മനസ്സ് പറയുന്നതെന്ന് മുത്തശ്ശൻ പറയും. നല്ലതാണോ അല്ലയോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല മുത്തശ്ശ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ കൊണ്ടാകുന്ന പോലെ നമ്മൾ സഹായിക്കുക എന്ന് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുതന്നെയാണ് ഞാൻ ചെയ്തതെന്നും പറയും. എന്തായാലും മോള് 2 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആകണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. വേണ്ട മുത്തശ്ശ, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് നയനകത്തേക്ക് പോകും. അനി നന്ദുവിനോട് പറയുന്നുണ്ട്, എനിക്കാണ് ആദ്യം ഇഷ്ടം തോന്നിയത് നിന്നോട്. അത് ഞാൻ നിന്നോട് തുറന്നു പറയുകയും ചെയ്തു. അതിനെ അംഗീകരിക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള നിൻ്റെ പെരുമാറ്റവും. വിവാഹകാര്യം പറഞ്ഞപ്പോൾ മാത്രം നീ പറഞ്ഞു എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കരുതിയാൽ മതിയെന്ന്. എൻ്റെ മനസ്സിലെ ആഗ്രഹം അറിഞ്ഞപ്പോൾ ആദർശേട്ടനും നമ്മൾ തമ്മിൽ ഒന്നിക്കണമെന്നാണ് ചിന്തിച്ചിരുന്നത്. അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും എൻ്റെ ആഗ്രഹം അറിഞ്ഞപ്പോൾ അത് നടത്തിത്തരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അനി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അനി ഒന്ന് ഓർക്കണം, അനിയുടെ വല്യമ്മ ഇതുവരെ എൻ്റെ ചേച്ചിയെ മരുമോളായി കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞാനിവിടെ വന്ന് കയറണ്ടെന്ന് എൻ്റെ ചേച്ചിമാർ ചിന്തിച്ചെങ്കിൽ അതിലെന്താണ് തെറ്റ്? ഇനി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയേ വേണ്ട. അനിയുടെ വിവാഹം കഴിഞ്ഞു, അനിക്കൊരു ഭാര്യയുണ്ട്. അവരുമായിട്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ അനി നോക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനാമിക അങ്ങോട്ട് വരും. അനാമികയ്ക്ക് നന്ദുവിനെ അനിയെ അടുത്ത് നിൽക്കുന്ന കാണുമ്പോഴേ ദേഷ്യം വരും. ആഹാ, ആരുമില്ലാത്തപ്പോൾ നീ ഇവളെ വിളിച്ചു വരുത്തിയതാ അല്ലേടാന്ന് ചോദിച്ച് അനിയുടെ നേരെ ദേഷ്യത്തോടെ അനാമിക പാഞ്ഞു വരുന്നുണ്ട്. ആദർശേട്ടനും നയനേടത്തി ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചാണ് നന്ദു വന്നത്. അവരില്ലെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞെന്ന് പറയും. അപ്പം നന്ദുവും പറയുന്നുണ്ട്, ഞാൻ അവരിവിടെ ഉണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നതെന്ന്. നീ കള്ളമൊന്നും പറയണ്ട. നിനക്കൊരു ഫോൺ കോൾ ചെയ്തിരുന്നെങ്കിൽ നിൻ്റെ ചേട്ടത്തിയും ചേട്ടനും ഇവിടെ ഇല്ലായിരുന്നെന്ന് അറിയാമായിരുന്നല്ലോ. അപ്പം മനഃപൂർവ്വം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തിയതല്ലേ ഇതെന്ന് ചോദിക്കും. അപ്പം നന്ദു പറയുന്നുണ്ട്, നീ അനാവശ്യമൊന്നും പറയരുതെന്ന്. ഈ വഴക്ക് കേട്ടുകൊണ്ട് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടർ വഴക്ക് പറയും, ഇത് ഒരു ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ഇവിടെ നിശബ്ദത എഴുതി വെച്ചിരിക്കുന്നത് എല്ലാവരെയും വേണ്ടി കാണാൻ വേണ്ടിയല്ല, അതുകൊണ്ട് ഇവിടെ നിശബ്ദത പാലിച്ചേ പറ്റത്തുള്ളൂ. പേഷ്യൻസൊക്കെ കിടക്കുന്ന സ്ഥലമല്ലേ എന്ന് ചോദിക്കും. ഇതാരാ ഈ കുട്ടിയെന്ന് നന്ദുവിനെ നോക്കി അനിയോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ. ഇത് നയനേടത്തിയുടെ അനിയത്തിയാന്ന് പറയും. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് അനാമികയോടും നന്ദുവിനോടും ചോദിക്കും. അപ്പോൾ അനാമിക പറയും, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഡോക്ടറെന്ന്. എന്നാൽ ഇനി ഇവിടെ സൗണ്ട് കേട്ടേക്കരുത്, നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടങ്ങ് പോകും. ഇവളെൻ്റെ ജീവിതം തകർക്കാൻ വന്ന യക്ഷിയായി, ഇവളെ കണ്ടതിൽ പിന്നെ എൻ്റെ ജീവിതം ഇങ്ങനായെന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുകയാണ്. കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ഇവളെൻ്റെ ജീവിതത്തിലെ കരടാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നന്ദുവിന് അങ്ങ് സങ്കടം വരുന്നുണ്ട്. നന്ദു ഉടനെ ഞാൻ പോയേക്കുക എന്ന് പറഞ്ഞ് അങ്ങ് പുറത്തോട്ട് പോകും. പുറത്തേക്ക് പോകുന്ന നന്ദു കരഞ്ഞോണ്ടാണ് പോകുന്നത്. നന്ദു സങ്കടപ്പെട്ട് പോകുന്ന കാണുമ്പോൾ നന്ദു എന്ന് പറഞ്ഞ് അനി വിളിക്കുന്നുണ്ട്. അവൾ പോകുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല അല്ലേടാ, നീയുടെ പുറകെ ചെല്ല്, നിൻ്റെ വല്യമ്മയൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്കിത് എന്നാണേലും കാണാൻ പറ്റിയല്ലോ, ഇത് എൻ്റെ മനസ്സിന് നന്മയുള്ളത് കൊണ്ടാണ് എൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെയൊക്കെ ദൈവം കാണിച്ചു തന്നതെന്നൊക്കെ അനാമിക അങ്ങ് കിടന്ന് ദേഷ്യപ്പെടുവാണ്. എന്തായാലും ഞാൻ നിൻ്റെ വല്യമ്മയൊന്ന് കാണട്ടെന്ന് പറയും. അപ്പോൾ അനി പറയുന്നുണ്ട്, നീ അതും ഇതുമൊക്കെ പറഞ്ഞ് വല്യമ്മയുടെ പ്രഷർ കൂട്ടരുതെന്ന്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അനാമിക അകത്തേക്ക് ചെല്ലും. അപ്പോൾ അനാമികയെ കാണുമ്പോഴത്തേന് ദേവയാനി നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ മോളുടെ മുഖത്തൊരു സങ്കടമെന്ന്. അത് വല്യമ്മേ, അവൾ പുറത്തുണ്ടെന്ന് പറയും. ആര്? നന്ദു വന്നിട്ടുണ്ട്, അനിയും ഉണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരും. ഞാൻ എന്തായാലും പുറത്തോട്ടൊന്ന് വന്നോട്ടെ മോളെ, അത് കഴിയുമ്പോൾ അവളുമാരുടെ എല്ലാ അഹങ്കാരം ഞാൻ തീർത്തു തരുന്നുണ്ടെന്ന് പറയും. ഞാൻ ഇങ്ങോട്ട് വരുന്നത് വല്യമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ്. വല്യമ്മയ്ക്ക് ഈ ഗതി വന്നത് തന്നെ നയനയും അവളുടെ ചേട്ടത്തിയും കാരണമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവളെയും കൂടെ കാണുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരുവാണെന്നൊക്കെ അനാമിക അങ്ങ് സങ്കടപ്പെട്ടൊക്കെ പറയും. അന്നേരം ദേവയാനിക്ക് അനാമികയോട് അങ്ങ് സ്നേഹം കൂടുതലാണ്. വല്യമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, മോളെ എന്തായാലും ഇങ്ങനെ ഒത്തിരി മരുന്നൊക്കെ കഴിച്ചതല്ലേ, അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് ദിവസത്തിനകം ഞാൻ ഇറങ്ങും, അപ്പം വീട്ടിലേക്ക് വരട്ടെ, ഞാൻ ഇവളുമാരുടെ എല്ലാ അഹങ്കാരം തീർത്ത് കൊടുക്കുന്നുണ്ടെന്ന് ദേവയാനി അനാമികയ്ക്ക് വാക്ക് കൊടുക്കും. ഉടനെ അനാമിക പറയും, ഞങ്ങൾ ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, ഞാനും അമ്മയും കൂടെ. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ വല്യമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ദേവയാനിക്ക് സന്തോഷമാണ്. നന്ദു ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് ആദർശും നയനയും കയറി വരുന്നത്. മോള് വന്നായിരുന്നോ, എപ്പോഴാണ് വന്നതെന്നൊക്കെ ആദർശ് ചോദിക്കും. ഞാൻ ആദർശേട്ടനും നയനേടത്തി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ അനി മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ അനാമികയും വന്നെന്ന് പറയും. അന്നേരം അതാണോ മോളുടെ മുഖത്തൊരു വിഷമം, അവൾ നിന്നെ വല്ലതും പറഞ്ഞോ എന്ന് ആദർശ് ചോദിക്കും. എന്തൊക്കെയോ എന്നെ അങ്ങ് കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചെന്ന് പറയും. അതെന്തിനാ അവൾ നിന്നെ വഴക്ക് പറഞ്ഞത്? നീ എവിടെ പോകണമെന്നും ആരെ കാണണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് അനാമികയല്ല, അവൾ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ല നീയും അനിയും ഒന്നും എന്ന് നന്ദുവിനോട് ആദർശ് പറയുന്നുണ്ട്. അപ്പം നന്ദു പറയും, അതൊന്നും സാരമില്ല ആദർശേട്ടാ, ഞാൻ എന്തായാലും പോയേക്കുക എന്ന് പറഞ്ഞ് നന്ദു അങ്ങ് പോകും. അനാമികൻ നന്ദുവിനെ നന്നായി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്ന ആദർശ് പറയും. എന്തായാലും നന്ദുവിൻ്റെ ശരിക്കുള്ള സ്വഭാവം അവൾക്കറിയത്തില്ല. നന്ദുവിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിന് അനാമികയെ ഒരു സൈഡിലേക്ക് അടിച്ച് കൂട്ടി വെക്കും. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അനാമിക ഇറങ്ങി വരും. അനാമികയെ കാണുമ്പം നയനയ്ക്കും ദേഷ്യം വരുന്നുണ്ട്, നയനെ കാണുമ്പോൾ അനാമികയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.